പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ എവിടെയായിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ്. ഞാൻ നിനക്ക് 1 മിനിറ്റ് സമയം തരികയാണ്. ഈ നിമിഷത്തിനുള്ളിൽ നീ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ, ചിലപ്പോൾ പ്രമാണമാകാം, ചിലപ്പോൾ പറ്റുചീട്ടാകാം, ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം, എടുക്കും മക്കളെ. അല്ല നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പർ ഇരിക്കേണ്ട സ്ഥലങ്ങളാകാം,
അല്ലെങ്കിൽ പുതിയ പാടങ്ങൾ നേർത്ത് ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റെത്. അല്ലെങ്കിൽ നിന്റെ ഇന്റർവ്യൂവിൻ്റെ പേപ്പറാകാം, പേനയാകാം, അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആകാം. എടുക്കും മക്കളെ. കർത്താവേ, അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood, I bless and hallow you. ഇന്ന് ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു മോള് പറയണത്, ഞാൻ കർത്താവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത്. എന്നാ വർത്തവനാണ് ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടണത്. ഇക്കാലമാണ് പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്ന ഒരു കാലത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയണത്? ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ എനിക്ക് വരരുത്. അതാണ്. അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കുക. ഇപ്പം എല്ലാവരും വിചാരിക്കണേ എല്ലാവരും പറഞ്ഞു പരത്തണ മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന്. അങ്ങനൊന്നുമല്ല. മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക. ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടി സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം അടിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. വിശുദ്ധിയുടെ അടിയൊഴുക്കുകൾ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ്, അതിനെ കുരിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ അല്ല, ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അവരെ പ്രതിയാണ് ദൈവം ലോകത്തെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് പോണത്. വിലാപ് 3:22. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പം എന്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ വിശ്വസ്തത ഇങ്ങനെ വെള്ളത്തിന് മീതെ നിൽക്കും. അതാ ഉന്നതം എന്ന് പറയുന്നത്. വെറുതെ ഉന്നതം. ബൈബിളിൽ ഉന്നതം, കുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടമാണ്. അവരെപ്പോഴും അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കർത്താവിൻ്റെ പാറയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറയൊക്കെ എന്താ കാഠിന്യമുള്ളതല്ലേ എന്ന് വിചാരിക്കും. പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ്. അങ്ങനെയല്ല. പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകൾ പോലെയുള്ള ഗുഹയും പാറയെന്ന് അവർ പറയണത്. സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അപ്പം അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്കകാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും. കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണതാണ്. എൻ്റെ പേര് ബാബു എന്നാണ്. ഞങ്ങൾ കോട്ടയത്താണ് ഞങ്ങളുടെ വീട്. വൈഫിൻ്റെ പേര് മിനി വർഗീസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജറാണ്. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരാണ്.
2019 ഏപ്രിൽ 24 ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ദിവ്യമണ്ണിലേക്ക് ഇറങ്ങി അന്ന് തുടങ്ങി ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കൃപയാൽ നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ റീസെൻ്റായിട്ട് ദൈവമാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. എനിക്ക് അതികഠിനമായ പനി ബാധിച്ച് ഒരു വൈകുന്നേരം അതികഠിനമായ പനിയും ദേഹാസ്വസ്ഥതയും ഉണ്ടായി. ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ എൻ്റെ ഭാര്യ മിനി ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ദൈവമാതാവിൻ്റെ തൈലവും ഉണ്ട്. വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ഔഷധമായിട്ട് എൻ്റെ ദേഹത്തും നെറ്റിയിലും പുരട്ടിയതിന് ഫലമായിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി. ദൈവമാതാവിന് നന്ദി. കൂടാതെ ഞാൻ റെയിൽവേയിലെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു സ്വഭാവം, എന്നോട് ആര് സഹായം ചോദിച്ചാലും എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റെയിൽവേയുടെ റിസർവേഷൻ ഓഫീസറാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ടിക്കറ്റ് വളരെ അത്യാവശ്യമായിട്ട് സാറേ എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് എന്തെങ്കിലും അവൈലബിലിറ്റിയിൽ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സീനിയർ സിറ്റിസൻ്റെ കോട്ടയോ അത് ലേഡീസ് കോട്ടയോ അങ്ങനെ ഏതെങ്കിലും ബെർത്തുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അവരെ സഹായിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു 3 ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഈ ടിക്കറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാനുണ്ടായ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മുഴുവൻ പൈസയും റെയിൽവേക്ക് അടയ്ക്കാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ പൈസ ആയിട്ട് വരുമ്പോൾ എനിക്ക് ടിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങേര് ഉദ്ദേശിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാനാണ്. പക്ഷേ ഞങ്ങൾക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പൈസയും എല്ലാം കറക്റ്റായിരിക്കണം. പക്ഷേ ഇദ്ദേഹം അത് വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല, ഞാനതുകൊണ്ട് തിരിച്ചിങ്ങ് പോന്നു, സാറത് കയ്യിൽ നിന്ന് വെച്ചിട്ട് ടിക്കറ്റ് തരുമ്പോൾ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടിക്കറ്റ് ഞാൻ എൻ്റെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ഇൻസ്പെക്ഷന് ഞങ്ങളുടെ ഓഫീസർ വന്നു. ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഈ ടിക്കറ്റ് എൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതും അദ്ദേഹം അത് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ റെയിൽവേ നിയമം അനുസരിച്ച് വലിയൊരു തെറ്റാണത്. നമ്മളെ ഓൺ ദി സ്പോട്ടിൽ ഡിസ്മിസ് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ ഒക്കെയുള്ള അധികാരമുള്ള ആളാണ് ഈ ടിക്കറ്റ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തോട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ദൈവമാതാവിനെ മുറുകെ പിടിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ അവസ്ഥയിൽ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇതിനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ എന്നെ ഞങ്ങളുടെ ഡിവിഷണൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചു, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞു. അവിടെ സാധാരണഗതിയിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഓഫീസർ എല്ലാവരെയും ചാടിക്കടിച്ച് നമ്മൾ ഭയങ്കര ഷോർട്ട് ചെയ്യുന്നൊരു ഓഫീസറാണ്. പക്ഷേ ഞാൻ കാശ് രൂപവും ഉപ്പുമായിട്ടാണ് പോയിരുന്നത്. പക്ഷേ കാശ് രൂപത്തിൽ പിടിച്ച് ഓഫീസറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തിടുകയും അദ്ദേഹത്തോട് എൻ്റെ കാര്യം പറയുകയും ചെയ്തു. വളരെ സൗമനസ്യമായിട്ട് അദ്ദേഹം യാതൊരു പ്രകോപനം കൂടാതെ ഞാൻ പറഞ്ഞ് കേൾക്കുകയും അദ്ദേഹം ആ കേസ് ഇനി മേലാൽ ആവർത്തിക്കരുത്, ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ളൊരു ഉപദേശം നൽകി ആ കേസിൽ നിന്ന് എന്നെ വളരെ ചെറിയൊരു ശിക്ഷ നടപടിയായിട്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു തന്നു. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ ഞങ്ങൾ ഭവനമില്ലാതെ വേദനിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ 2019 തുടങ്ങി ഉടമ്പടിയിലുള്ളവരായതുകൊണ്ടും പിന്നെ ഞങ്ങളിങ്ങനെ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള താല്പര്യവും കാണിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസയില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ വാടക കൊടുക്കാൻ പൈസയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് അവർക്ക് വാടക ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വാടക കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു ഇവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊരു ചെറിയൊരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ ഒരാൾക്ക് അഡ്വാൻസായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു. ഈ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആധാരവും നടക്കുന്നില്ല, സ്ഥലവും കിട്ടുന്നില്ല. ഈ അവസ്ഥയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ പൈസയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള കൃപ തരണേ. അപ്പോൾ 1 ലക്ഷം രൂപ അത്രയും ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മാതാവിനോട് അത് മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു 80,000 രൂപ ഞങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു തന്നു. ബാക്കി പൈസ കിട്ടിയില്ല. അത് കിട്ടുമെന്ന് തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ ആശിക്കുന്നു. കൂടാതെ ഞങ്ങൾ ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ വീണ്ടും അന്വേഷിച്ചു. അവർക്ക്
ഞാനും ഭാര്യയും എൻ്റെ 2 മക്കളും ജോലിയുള്ളവരാണ്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ആലോചിച്ചു നമുക്ക് കുടുംബത്തെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു. ഞങ്ങൾ തീരുമാനിച്ചത് ഒരു 8 ലക്ഷം രൂപയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വീട് പണിത് അതിൽ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ മാതാവിനോട് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുടുംബത്തിന് അവർക്ക് യോജിച്ച അവരുടെ സ്ഥലത്ത് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ദേവാലയത്തോട് ചേർന്ന് തന്നെ അവർക്ക് ദേവാലയത്തിൽ എല്ലാ ദിവസവും പോയി കുർബാന കാണാവുന്ന അത്രയും അടുത്ത് ദൈവമാതാവിൻ്റെ കൃപയാൽ അവർക്ക് നല്ലൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഭവനം നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു. കൂടാതെ അതിൻ്റെ ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച അതേ തുകയ്ക്ക് തന്നെ മാതാവ് അത് നടത്തി തന്നു എന്നുള്ളതാണ്. 1 രൂപ പോലും ഞങ്ങൾക്ക് കൂടുതൽ കണ്ടെത്തേണ്ടി വന്നില്ല, 1 രൂപ പോലും ഞങ്ങൾക്ക് കുറയ്ക്കേണ്ടി വന്നില്ല. അത്രയും കൃത്യമായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെച്ചാൽ ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച സ്ഥലം അവർക്ക് യോജിച്ചതല്ല എന്ന് മാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അത് അവർക്ക് താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മാതാവ് ഞങ്ങളെ തട്ടി മാറ്റിയതാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് യോജിച്ച ദൈവമാതാവ് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത്. അവർക്ക് ആ ഭവനം ഞങ്ങൾ കൊടുത്തു. അതിനൊരു കൃപ നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ ഇനി എൻ്റെ വൈഫിനുണ്ടായ കൃപകളാണ്. വൈഫ് ഞങ്ങൾ ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ ആത്മീയ വളർച്ചയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചെഴുതാറ്. അതുകൊണ്ട് ഭൗതിക നിയോഗങ്ങൾ അധികം ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ വയ്ക്കാറില്ല. ആത്മീയമായിട്ട് ഞങ്ങളെ ഒത്തിരിയേറെ കർത്താവ് വളർത്തിയിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി ചെയ്യാനും പ്രേക്ഷിത വേല ചെയ്യാനും ഒരുപാട് കർത്താവ് ഞങ്ങൾ ഉയർത്തി. പരിശുദ്ധാമ്മ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകാൻ മടിയുള്ളവരായിരുന്നു. പക്ഷേ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണുവാനും അടിക്കടി കുമ്പസാരിക്കുവാനുമുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞാൻ എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് 2024 ട്രാൻസ്ഫർ കിട്ടിയ ബ്രാഞ്ച് അതികഠിനമായ ജോലി ബാധ്യതയുള്ളൊരു ബ്രാഞ്ചായിരുന്നു. എനിക്ക് വൈകിട്ട് വളരെ ലേറ്റായിട്ട് പുറപ്പെട്ടാലും എൻ്റെ ജോലികൾ തീർത്തിട്ടോ ഒരു സംതൃപ്തിയോടെ ആയിരിക്കില്ല ഞാൻ പോന്നിരുന്നത്. ഞാൻ ഓരോ ദിവസവും എണ്ണിയാണ് ബ്രാഞ്ചിൽ പോയിക്കൊണ്ടിരുന്നത്. 1 വർഷം മിനിമം അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ സാധ്യമാകുമായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ട്രാൻസ്ഫർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. അത് നിയോഗം വെച്ചില്ല. അത് കർത്താവിനോട് ചോദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഇടപെടലിലൂടെ ഈശോ എന്നെ തൊട്ടടുത്തുള്ള വളരെ സൗകര്യപ്രദമായ ഒരു ബ്രാഞ്ചിലേക്ക് എന്നെ മാറ്റി തരികയും കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എന്നിൽ ഉറപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെയുള്ള മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഡെപ്യൂട്ടേഷനായിട്ട് പോകാമോ എന്ന് എന്നോട് തന്നെ എൻ്റെ HR മാനേജരും ഞങ്ങളുടെ റീജിയൻ മാനേജരും ചോദിക്കുകയും എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ആ ബ്രാഞ്ചിൽ പോകാൻ. നല്ല ദൂരമുണ്ട്, എനിക്ക് പരിചയക്കുറവുണ്ട്. അവിടുത്തെ ബ്രാഞ്ച് മാനേജർ മെറ്റേണിറ്റി ലീവിലാണ്. അപ്പോൾ അവിടെ പകരം ഒരാൾ പോകാനില്ല. അപ്പോൾ മാഡം പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാം എന്ന് പറഞ്ഞു. എനിക്ക് യാതൊരു അറിവും ആ സ്ഥാനത്തെപ്പറ്റി ഉണ്ടായിട്ടല്ല. അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ലോൺ പ്രോസസ്സിങ് ഞാൻ അധികം ചെയ്ത പരിചയം എനിക്കില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് പെൻഡിങ്ങുള്ള നെൽകർഷകരുടെ ഒരു 100ഓളം ലോൺ 100-150ഓളം ലോൺ അപേക്ഷകളാണ്. എനിക്ക് മുൻപരിചയമില്ലാത്തൊരു മേഖല. പക്ഷെ ദൈവകൃപയാൽ നിശ്ചിത സമയപരിധി കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകി. മാത്രമല്ല ആ 3 മാസങ്ങൾക്ക് ശേഷം എന്നെ പുതിയൊരു ബ്രാഞ്ചിലേക്ക് എൻ്റെ ട്രാൻസ്ഫർ ഡ്യൂ ആയി. ആ റീജിയനിൽ നിന്ന് ഞാൻ മാറി അടുത്ത റീജിയനിലാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യേണ്ടത്. എനിക്ക് പുതിയൊരു ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടി. അവിടെ ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ടാണ് എനിക്ക് പോസ്റ്റിംഗ് വന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവിനെ ഒരുക്കുകയായിരുന്നു എന്ന്. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഇതേ കൃഷിക്കാരുടെ 200ഓളം വായ്പ അപേക്ഷകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. സത്യത്തിൽ ഈ 3 മാസത്തെ പരിചയം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ എന്നെ കർത്താവ് എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ദൈവകൃപയാൽ ആ അപേക്ഷകളുടെ 150-180ഓളം അപേക്ഷകൾ ഞങ്ങൾ പൂർത്തിയാക്കി കർഷകർക്ക് അധികം വൈകിക്കാതെ പൈസ കൊടുക്കാനും അവർക്കൊരാശ്വാസം കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. മാത്രമല്ല ഞാനൊരു ഓഫീസർ എന്ന നിലയിൽ ഏറ്റവും ഭയപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളാണ് കർത്താവ് എപ്പോഴും എനിക്ക് തരുന്നത്. പ്രത്യേകമായിട്ട് ഓഡിറ്റിംഗ് അതികഠിനമായിരിക്കും.
രാത്രി 11 മണി വരെ നമുക്ക് പലപ്പോഴും ജോലി ചെയ്യേണ്ടി വരും. തുടർച്ചയായ 10ഓളം ദിവസം ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. അത് കഴിഞ്ഞ് അതിൻ്റെ കംപ്ലയിൻസ് വർക്ക്, ഇതെല്ലാം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ജോലികളാണ്. പക്ഷേ എൻ്റെ പുതിയ ബ്രാഞ്ചിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് ഇതേ ഓഡിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചെന്ന 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം ഓഡിറ്റിംഗ് തുടങ്ങി. ദൈവകൃപയാൽ അതികഠിനമായിരുന്നു എനിക്ക് ആ സമയമെങ്കിലും അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിൻ്റെ കംപ്ലയിൻസ് കൊടുക്കാൻ അതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നതാണ്. പക്ഷെ കർത്താവ് എന്നെ ആ കഠിനമായ പരിശീലനത്തിലൂടെ എന്നെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതെന്നെ ആത്മീയമായിട്ട് നന്നായിട്ട് വളർത്തുന്നുണ്ട്. കർത്താവിലുള്ള ആശ്രയത്വം എന്നിൽ നന്നായിട്ട് വളർത്തുന്നുണ്ട്. അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ എന്നെ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ട് തരുന്നതാണിതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഉടമ്പടി സഹായിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് സാക്ഷ്യങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ കൂടെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾ, മറ്റു മക്കളും ഞങ്ങൾ വഴി ഉടമ്പടിയിലേക്ക് വരാനിടയായിട്ടുണ്ട്. അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആർക്കെന്തെങ്കിലും രോഗബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാനൊരു അവരുടെ സൂപ്പർവൈസറാണെന്ന് ഓർക്കാതെ ഞാൻ അവർക്ക് മുന്നിൽ മുട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ രോഗാവസ്ഥയുള്ളടത്ത് വിശുദ്ധ തൈലം പരട്ടി കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് സൗഖ്യം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണിൽ. പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ അവരെന്നോട് സാക്ഷ്യം പറയാത്തതുകൊണ്ട് എനിക്ക് സാധിക്കില്ല. മാത്രമല്ല അവരിവിടെ വരാൻ തയ്യാറാകാതെ ആ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ എനിക്ക് ഓരോ ദിവസവും എനിക്കറിയാം, ഞാൻ ഈ എൻ്റെ കസേരയിലിരിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ കസേരയിലിരിക്കുന്നത്. കർത്താവിൻ്റെ മുന്നിൽ വെറുമൊരു ദാസിയായി ഞാൻ നിൽക്കുകയാണ്. കർത്താവിനെ വഴി നടത്തണം. എൻ്റെ ബ്രാഞ്ചിനെ കർത്താവാണ് ഭരിക്കുന്നത്, കർത്താവാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ബോധ്യത്തിൽ ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നു. അതുപോലെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യരിലും അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഈശോയെ കൊടുക്കാനൊരു മാർഗം എൻ്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും. അവരിലേക്ക് ഞാൻ കൃപാസനത്തിലേക്ക് പത്രം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പത്രം കൊടുക്കും. ഉറപ്പായിട്ടും പോയി ഉടമ്പടി എടുക്കണം, നിങ്ങളുടെ കടബാധ്യത മാറും. ഒരുപക്ഷെ നിങ്ങൾക്ക് ലോൺ തരാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ കർത്താവ് നിങ്ങളുടെ കടത്തിന് പരിഹാരം തരും, നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം തരും. ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവരോട് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കും. അത് ആർക്കും ഇഷ്ടപ്പെടില്ല പൊതുവെ എന്നാണ് വെപ്പെങ്കിലും എനിക്കത് ചോദിക്കണമെന്ന് തോന്നും. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കുറയുമെന്നും അതിന് പരിഹാരം കിട്ടുമെന്നുമുള്ള ഒരു ബോധ്യം കർത്താവ് അമ്മയിലൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധി ഞാൻ ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. എനിക്ക് കർത്താവിന് കൊടുക്കാനുള്ളൊരു തീക്ഷ്ണത എനിക്കിപ്പോഴുണ്ട്. എവിടെയാണ് ഒരു അവസരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെപ്പറ്റി പറയാൻ, അമ്മ ആരാണെന്ന് പറയാൻ അവരവസരം എന്താണെന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ആത്മീയമായിട്ട് കൂടുതൽ വളർത്തണമെന്ന് ഞാൻ ഈശോയുടെ പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കളെയും, എൻ്റെ ജീവിത പങ്കാളിയുടെയും എൻ്റെയും കുടുംബത്തിലെ എല്ലാ മക്കളെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതുപോലെ ഒരു ചെറിയ കാര്യം, എനിക്ക് ശാരീരികമായ സാക്ഷ്യങ്ങളെ അത്ര വലുതായിട്ട് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന മറ്റൊരു ചെറിയ സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ചെറുപ്പം തൊട്ട് ട്രാവൽ സിക്നസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ യാത്ര ചെയ്താൽ അരമണിക്കൂർ ബസ് യാത്ര ചെയ്താൽ പോലും എനിക്ക് ഭയങ്കരമായ തലവേദനയുണ്ടാകും, തല ചുറ്റലുണ്ടാകും, പിന്നെ ഒരു പാതി മയക്കത്തിൽ പോലെയായിരിക്കും. പിന്നെ ഞാൻ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ എനിക്ക് ബോധമില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരിക്കും. എനിക്ക് ജോലിയിൽ ശ്രദ്ധ കിട്ടില്ല, ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ട്. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഇപ്പം മണിക്കൂറുകൾ യാത്ര ചെയ്താലും അങ്ങനെ ഒരു ക്ഷീണം എനിക്കില്ല. ഞാനത് മറന്നുപോയി. അങ്ങനെ ജന്മനാ ഉള്ള ആ ശീലത്തിൽ നിന്ന് കർത്താവ് എനിക്ക് അമ്മ വഴി വിടുതൽ തന്നു. ഇനി എൻ്റെ മക്കൾ ഉടമ്പടിയിലേക്ക് അധികം വന്നിട്ടില്ല, അവർക്ക് ഒരുപാട് കൃപകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഈ അൾത്താരയിൽ ഞങ്ങളോടൊപ്പം നിർത്തി സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ അനേകം മക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുക്കണമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം ചുരുക്കിയാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ എൻ്റെ മുന്നിൽ ലോണിന് വരുന്ന മക്കളിലൂടെ ഒരുപാട് ആവശ്യക്കാരെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല, എങ്കിലും ജെന്യുവിനാണ് എന്ന് തോന്നുന്ന ചിലരെയൊക്കെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പത്രം വിതരണം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പൊതുനിരത്തിൽ നിന്നാണ് ഞങ്ങൾ പത്രം കൊടുക്കാറ്. വീടുകൾ തോറും കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം കിട്ടാറില്ല. അതിന് ഞങ്ങൾ കർത്താവിനോട് മാപ്പപേക്ഷിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കുന്ന ഒരു പത്രം പോലും നഷ്ടപ്പെടാതെ
ഒരു പത്രത്തിന് ഒരാൾ വെച്ചെങ്കിൽ ഈശോയിലേക്ക് വരണം, ഈശോയെ അറിയണം, അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. ഒരു കുട്ടി ആത്മഹത്യ വിളക്കി നിൽക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന പത്രം അവൻ്റെ ജീവിതം തിരിച്ചു കൊടുത്താൽ അവൻ ഈശോയെ ഒരിക്കലും മറക്കില്ല. അവനിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടും. അവൻ അനേകം പേർക്ക് സാക്ഷിയാകും. അവൻ അനേകർ ഈശോയിലേക്ക് അടുപ്പിക്കും. ഇനി ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു കലഹപ്രിയൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ച് അവൻ ഈശോയെ അറിയാൻ ഇടവന്നാൽ ഒരു നാട് തന്നെ നന്നാവും. അങ്ങനെ ഈശോയെ പ്രഘോഷിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 54-ാം അധ്യായം 17-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. നമുക്ക് നീതി ലഭിക്കുന്നത് കർത്താവിൻ്റെ കൃപ ഒന്നു മാത്രമാണെന്നാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ മിസ്റ്റർ ബാബുവും വൈഫ് മിനിയും നമ്മോട് ഏറ്റുപറഞ്ഞ പ്രത്യക്ഷീകരണ സാക്ഷ്യം അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ജീവിതാനുഭവമാണ്. എത്ര ചെറിയ കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരെല്ലാ പ്രവൃത്തികളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ പെട്ടെന്നുണ്ടായ ഒരു പനി, ഹോസ്പിറ്റലിൽ പോകാൻ വളരെ വിദ്യാഭ്യാസമുള്ള ദമ്പതികളാണിവർ. ഒരു ചെറിയ പനി വന്നപ്പോൾ പോലും അവർ ആശ്രയിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളിലൂടെയാണ്. നമുക്കിതെല്ലാം ഒരു നല്ല മാതൃകയായി ഏറ്റെടുക്കാം. നമ്മുടെ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളത് നല്ല കാര്യം. പക്ഷേ ഏറ്റവും ആദ്യം നാം ആലോചന ചോദിക്കുന്നത് പരിശുദ്ധ അമ്മയോടും സൗഖ്യം പ്രാപിക്കുന്നത് ഈശോയിൽ നിന്നുമാണെന്ന് നാം ഇവിടെ പഠിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്വമുള്ള ഈ മകൻ്റെ ഒരു വലിയ ജോലിയിൽ നിന്നും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഒരു നല്ല അഭിഭാഷകയായി ഒരു നല്ല വിധി പ്രസ്താവന നടത്തിയതെന്ന് നാം കേൾക്കുകയുണ്ടായി. അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി, എനിക്കൊരു വലിയ ഡിസ്മിസൽ പ്രോസസ്സ് വരാമായിരുന്ന ഒരു വിധിയിൽ നിന്ന് പരിശുദ്ധ അമ്മ, ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ നൽകിയൊരു പ്രൊട്ടക്ഷൻ, ഒരു വളരെ ഹൈ ടെമ്പറായിട്ടുള്ള ഒരു അധികാരിയുടെ മുന്നിൽ പരിശുദ്ധ അമ്മ നൽകിയ ശാന്തത, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അദ്ദേഹത്തിന് വളരെയധികം ലഭിച്ചു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗവും അതുപോലെ തന്നെ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവരെയും പരിശുദ്ധ അമ്മ തൻ്റെ നീലാങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് കാത്തുരക്ഷിക്കുന്ന ഓരോരോ വലിയ ജീവിത സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും ഒരു ആസ്തി ആവശ്യമാണെന്ന്. നമ്മുടെ ആസ്തി എന്താണെന്ന്, നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും നമ്മുടെ സുവിശേഷ വേലയുമാണ് നമ്മുടെ ആസ്തി. ഇവരതിനുള്ള ഒരു ഒരുക്കപ്പാട് ചെയ്ത് ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം ഇവരും മക്കളും അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ വരുമാനത്തിൻ്റെ ദശാംശത്തിൽ നിന്ന് അവരൊരു വീട് വെച്ചു കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആ ഒരു മനോഹരമായൊരു വീട് അവർക്ക് വെച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിനെ ഈശോ അവരെ സഹായിച്ചു. ഇവരുടെ ഔദാര്യത്തിൽ നിന്നാണെങ്കിലും അതെല്ലാം ഈശോയുടെ ഒരു വലിയ കൃപയാണെന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ദമ്പതികളാണ് നമ്മോടിപ്പോൾ സാക്ഷ്യമേറ്റ് പറയുന്നത്. ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ മീന മനോഹരമായൊരു സാക്ഷി നമ്മോട് ഏറ്റു പറയുകയുണ്ടായി. തനിക്ക് ഒരു അത്യാവശ്യമായൊരു ട്രാൻസ്ഫർ വേണമായിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ കുടുംബത്തിൽ എപ്പോഴും ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വർഷമെങ്കിലും ഒരു ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കണമെന്നുള്ള നിബന്ധന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എത്ര വലിയ ഗവൺമെൻറ് റൂൾ തന്നെയായാലും ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി ഇന്ന് നിയമങ്ങൾ മാറ്റുന്ന ഒരുപാട് സാക്ഷ്യത്തിൽ വൺ ഓഫ് ദം ഒന്ന് മാത്രമാണിത്. വെറും 2 മാസം ജോലി ചെയ്തപ്പോൾ തന്നെ ഈ സഹോദരിക്ക് ഒരു നല്ല ഒരുക്കത്തിനുള്ള ഒരു വലിയ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു വലിയ പ്രാക്ടീസ് നൽകി ഈ മകളെ ഒരു നല്ല സ്ഥലത്തേക്ക് ജോലി മാറ്റം കൊടുത്ത് പരിശുദ്ധ അമ്മ മധ്യസ്ഥം അപേക്ഷിച്ച് സഹായിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കർഷകരെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സുള്ളൊരു പദ്ധതി പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയായിരുന്നു. ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിത രീതി മാത്രമല്ല, നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുടെയും ഈശോ മുന്നിൽ നടക്കുന്ന പരിശുദ്ധ അമ്മ മുന്നിൽ നടക്കുന്ന ഒരു വലിയ പ്രക്രിയ കൂടിയാണെന്ന് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ എല്ലാ ജീവിത പദ്ധതികളെയും പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഓരോ ദിവസവും നാം ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ ജോസഫ് അച്ഛൻ നമ്മെ ആശീർവദിക്കുന്നുണ്ട്. നാം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവകൃപ നിറയാനായി
ജോസഫ് അച്ഛൻ നമ്മെ ബ്ലെസ് ചെയ്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമുക്ക് ശിരസ വഹിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഭംഗിയായി ദൈവകൃപ നിറഞ്ഞതായി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ നിറവേറുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ലോൺ പ്രശ്നങ്ങളെയും കുടുംബ പ്രശ്നങ്ങളെയും വീടില്ലാത്ത മക്കളെയും ഉടമ്പടിയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി